അങ്കമാലി എരുമേലി ശബരി റെയിൽപാത യാഥാർത്ഥ്യമാകാൻ പോവുകയാണ്. കേരളത്തിന്റെ നൂറ്റാണ്ട് കാലത്തെ കാത്തിരിപ്പിനാണ് വിരാമമാകുന്നത്. ശബരി റെയിൽപാതയുടെ ചരിത്രം പരിശോധിക്കാം. 24 എക്സ്പ്ലെയിനറുമായി കീർത്തന കേശവനാണ് ചേരുന്നത്. എന്താണ് ശബരി റെയിൽപാതയുടെ ചരിത്രം? 1997-98 വർഷത്തെ കേന്ദ്ര റെയിൽവേ ബജറ്റിലാണ് ശബരി റെയിൽപാത സംബന്ധിച്ച് ആദ്യമായി പ്രഖ്യാപനമുണ്ടായത്. അങ്കമാലി ശബരി റെയിൽപാത 111 കിലോമീറ്റർ ദൈർഘ്യത്തിലാണ് വിഭാവനം ചെയ്തത്. കാലടി മുതൽ രാമപുരം വരെയുള്ള 70 കിലോമീറ്റർ ദൂരത്തിലെ സ്ഥലമേറ്റെടുപ്പുമായി ബന്ധപ്പെട്ട് ഭൂമി ഏറ്റെടുക്കൽ സർവേ നടത്തുകയും ചെയ്തു. കാലടി വരെ 8 കിലോമീറ്റർ ദൂരത്തിൽ റെയിൽവേ ലൈൻ നിർമ്മിച്ചെങ്കിലും പിന്നീട് പദ്ധതി മുന്നോട്ട് നീങ്ങിയില്ല. നൂറ്റാണ്ട് കാലത്തെ കേരളത്തിന്റെ കാത്തിരിപ്പിനാണ് കേന്ദ്രാനുമതി ലഭിച്ചതോടെ വിരാമമാകുന്നത്. എറണാകുളം ജില്ലയിലെ അങ്കമാലി മുതൽ കോട്ടയം ജില്ലയിലെ എരുമേലി വരെയാണ് നിർദ്ദിഷ്ട പാത കടന്നുപോകുന്നത്. ഈ റൂട്ടിൽ 14 സ്റ്റേഷനുകളാണ് ഉണ്ടാവുക. അങ്കമാലി ജംഗ്ഷൻ, കാലടി, പെരുമ്പാവൂർ, ഓടക്കാലി, കോതമംഗലം, മൂവാറ്റുപുഴ, വാഴക്കുളം, തൊടുപുഴ, കരിങ്കുന്നം, രാമപുരം, ഭരണങ്ങാനം, ചെമ്മലാമറ്റം, എരുമേലി എന്നിങ്ങനെയാണ് റൂട്ട്. ശബരിപാത യാഥാർത്ഥ്യമാക്കാൻ തീരുമാനമായതോടെ ബദൽ പാതയായി നിർദ്ദേശിച്ചിരുന്ന ചെങ്ങന്നൂർ പമ്പ റെയിൽ പ്രപ്പോസൽ മാറ്റിവെച്ചേക്കും. കേരളത്തിലെ റെയിൽവേ ഭൂപടത്തിൽ ഇടം പിടിക്കാത്ത 2 ജില്ലകളാണ് വയനാടും ഇടുക്കിയും. അങ്കമാലി ശബരിപാത യാഥാർത്ഥ്യമാകുമ്പോൾ ഇടുക്കിയും ജില്ലാ റെയിൽവേ ഭൂപടത്തിൽ ഇടം പിടിക്കും. ശബരി പദ്ധതിക്ക് ഭരണ പ്രതിപക്ഷ ഭേദമില്ലാതെ അനുകൂല നിലപാടാണ് ഇപ്പോഴുള്ളത്. 3810 കോടി രൂപയുടെ എസ്റ്റിമേറ്റ് ആണുള്ളത്. ഇനി നിർമ്മാണ ചെലവ് പങ്കിടുന്നത് സംബന്ധിച്ച ആശയക്കുഴപ്പം കൂടി തീർന്നാൽ കേരളത്തിന്റെ സ്വപ്ന പദ്ധതി യാഥാർത്ഥ്യമാകും.